നമസ്കാരം. അപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ ഈ മോണ കൂടുതലായിട്ട് നമ്മൾ ചിരിക്കുമ്പോൾ കൂടുതലായിട്ട് മോണ കാണുന്ന ഒരവസ്ഥയുണ്ട്. ഇത് നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത്. നമ്മളതിനെ പറയുന്ന ഗമ്മി സ്മൈൽ എന്ന് പറയാറുണ്ട്. അപ്പോൾ ചില ആൾക്കാരിൽ നോക്കുമ്പോഴത്തേക്കും ഇത് രണ്ട് രീതിയിൽ സംഭവിക്കാറുണ്ട്. ചിലതിൽ അത് ഈ നമ്മുടെ പല്ലിനെ ഉൾക്കൊള്ളുന്ന ആ ഒരു അസ്ഥിയിൽ തന്നെ ഉള്ള ഒരു അപാകത കാരണമായിരിക്കും. അതായത് കുറച്ചുകൂടി ആ ഒരു സ്കെലിറ്റൽ പ്രോബ്ലം എന്ന് പറയും. ഇപ്പോൾ ചില കേസുകളിലാണെന്നുണ്ടെങ്കിൽ ഇത് പല്ലിൻ്റെ തന്നെ പ്രശ്നം കാരണമായിരിക്കാം. ചില കേസുകളിലെന്ന് പറഞ്ഞാൽ പല്ലും എല്ലും ഒക്കെ നോർമലായിരിക്കും, പക്ഷേ കുറച്ചുകൂടി കട്ടിയുള്ള അല്ലെങ്കിൽ ഓവറായിട്ട് വളരുന്ന മോണ തന്നെയാണ് അവിടുത്തെ പ്രശ്നമെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഏറ്റവും അവസാനം പറഞ്ഞ ഓവറായിട്ട് വളരുന്ന മോണയ്ക്ക് പല പല കാരണങ്ങളുണ്ട്. ചിലപ്പോൾ ഒരു നീർവീക്കം കാരണം ഉണ്ടാകുന്നതായിരിക്കാം, ചില മരുന്നുകളുടെ പാർശ്വഫലമായിട്ട് ഉണ്ടാകുന്നതായിരിക്കാം, ചിലപ്പോൾ അത് പ്രധാനമായിട്ട് ഇപ്പോൾ ബി പിക്കൊക്കെ കഴിക്കുന്ന ചില അമ്ലോഡിപ്പിൻ പോലെയുള്ള ചില മരുന്നുകളുടെയൊക്കെ പാർശ്വഫലമായിട്ട് ഉണ്ടാകുന്നതായിരിക്കാം. ചില കേസിൽ ഇതൊന്നും വേണ്ട, ഒരു കാരണവുമില്ലാതെ എന്ന് പറയും, നമ്മൾ ഇഡിയോപ്പതിക് എന്ന് പറയും. അപ്പോൾ ചില കേസുകളിൽ ചില ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണം സംഭവിക്കുന്നതായിരിക്കാം. അപ്പോൾ ഈ ഒരു ഗമ്മി സ്മൈൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു മോണയെ ഒന്ന് റീഡിഫൈൻ ചെയ്തെടുക്കാവുന്നതാണ്. നമുക്കതിന് വേണ്ടിയിട്ട് നോർമലി ഉള്ള സർജിക്കൽ രീതിയിലും ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇലക്ട്രോസ്കോട്ടറി എന്ന് പറഞ്ഞ് ഇലക്ട്രോ സർജറി ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തും ചെയ്യാവുന്നതാണ്. ഏറ്റവും നൂതനമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലേസർ ഉപയോഗിച്ചുകൊണ്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ സാധാരണയായിട്ട് മോണ എത്രത്തോളമാണോ കൂടുതലായിട്ട് അവിടെ തെളിഞ്ഞു കാണുന്നത്, അതിന് നമ്മൾ ആ നോർമലായിട്ടുള്ള പല്ലുമായിട്ട് നോക്കിയിട്ട് അതിൻ്റെ ഒരു ബ്യൂട്ടി റേഷ്യോ എല്ലാം അസസ് ചെയ്തതിന് ശേഷം എക്സസ് ആയിട്ടുള്ള ആ മോണെ നമുക്ക് നീക്കം ചെയ്യാവുന്ന വളരെ ലഘുവായിട്ടുള്ള ഒരു ശസ്ത്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ജിഞ്ചിവെക്ടമി എന്നാണ് പറയുക. അപ്പോൾ ജിഞ്ചിവെക്ടമി ചെയ്യുക. ചില കേസിൽ അതിനൊന്ന് റീഷേപ്പ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നീക്കം ചെയ്യേണ്ട ആവശ്യമേ ഇല്ല, ജസ്റ്റ് ഒന്ന് നമുക്കതിനൊന്ന് റീഷേപ്പ് ചെയ്താൽ മതി. അപ്പോൾ അതിനെ പറയുന്നത് ജിഞ്ചിവോ പ്ലാസ്റ്റി എന്നാണ്. അപ്പോൾ അത് നമുക്ക് ലേസറിൽ വേണോ, ലേസർ ചെയ്ത് കഴിഞ്ഞാലുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് റിസൾട്ട് കിട്ടുക എന്നുള്ളതാണ്. അതായത് നമുക്ക് നോർമൽ പ്രൊസീജിയർ ഒരു മണിക്കൂറൊക്കെ എടുക്കുമെങ്കിൽ ചിലപ്പോൾ ഇതിനകത്തൊരു 15 മിനിറ്റ് മതിയാവും, അതിൻ്റെ ഒരു 4/1 സമയം മതിയാവും. കുറച്ചുകൂടി ഹീലിംഗ്, അതായത് ലേസറിന് ശേഷമുള്ള ഹീലിംഗ് കുറച്ചുകൂടെ ചിലപ്പോൾ ഫാസ്റ്റായിട്ട്, മിക്കവാറുമുള്ള കേസുകളിൽ അതിനകത്ത് പിഗ്മെൻറ്റേഷൻ പോലെ ഇരിക്കും. അതിനകത്തുള്ള ചില കേസുകളിൽ നമുക്ക് ചിലപ്പോൾ മരവിപ്പിക്കേണ്ട ആവശ്യം, ലേസറാണ് ഉപയോഗിക്കുന്നത്, ചിലപ്പോൾ മരവിപ്പിക്കേണ്ട ആവശ്യം തന്നെ വരാറില്ല. കാരണം അത്രയും പെയിൻ ഫ്രീ ആയിട്ട് നമുക്ക് ചിലപ്പോൾ ലേസേഴ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ചില കേസുകളിൽ ചിലപ്പോൾ അല്പം ലോക്കൽ അനസ്തീഷ്യ യൂസ് ചെയ്യേണ്ടതായിട്ടും വരാറുണ്ട്. അപ്പോൾ അത് ഒരു ടെക്നിക്കാണ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ അസ്ഥിയിലെ അപാകതയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓർത്തോനാറ്റിക് സർജറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് അസ്ഥിയെ പുനഃക്രമീകരിക്കുന്ന ഒരു ശസ്ത്രക്രിയ. അത് ഒരു ലഘുവായിട്ടുള്ള സർജറി അല്ല. നമുക്ക് ലോക്കൽ അനസ്തീഷ്യ അവിടെ മാത്രം മരവിപ്പിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതല്ല. നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ബോധം കെടുത്തിയിട്ട് നമ്മുടെ ജനറൽ അനസ്തീഷ്യയിൽ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഓർത്തോനാറ്റിക് സർജറി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി പല്ലിലുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിൽ, പല്ലിൻ്റെ ഒരു ഉന്തൽ കാരണമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പല്ലിനെ പുനഃക്രമീകരിച്ചുകൊണ്ട്, പല്ലിൽ കമ്പി ഇട്ടുകൊണ്ട് ആ ഒരു പ്രശ്നവും നമുക്ക് പരിഹരിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനെ പറയുന്ന എൻവലപ്പ് ഓഫ് ഡിസ്ക്രിപ്പൻസി എന്ന് പറയും. ഏത് ലെവലിലാണ് ഈ പ്രശ്നമെന്ന് കണ്ടിട്ട് അതിനെ പരിഹരിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. അപ്പോൾ തീർച്ചയായിട്ടും ഗമ്മി സ്മൈൽ, നിങ്ങളുടെ ചിരിയിൽ മോണ കൂടുതൽ വെളിവാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡെൻറ്റിസ്റ്റിനെ കാണിച്ച് പരിശോധിപ്പിച്ചിട്ട് ഇതിൽ ഏത് ഘടകത്തിൻ്റെ പ്രശ്നം കൊണ്ടാണെന്ന് മനസ്സിലാക്കി അതിൻ്റെ അനുയോജ്യമായിട്ടുള്ള ചികിത്സ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ചിരിയുടെ ഭംഗി കൂട്ടാനായിട്ട് കഴിയും. നമസ്കാരം.